ഇന്ന് 23/12/2025. ഇന്ന് കുവൈത്തിൽ ഒരുപാട് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിലാവുന്നുണ്ട്. എണ്ണം കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും SVR കുവൈത്തിൽ മറ്റൊരു ഇൻഫർമേഷൻ ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മൾ പത്രങ്ങളിലൊക്കെ ഒരുപാട് കാലമായിട്ട് വായിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് 20-ാം നമ്പർ വിസക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ 4 മാസം നിൽക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. പക്ഷെ അന്നൊന്നും ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മുതൽ ആ നിയമം പ്രാബല്യത്തിലാണ്. അതായത് 20-ാം നമ്പർ വിസയിലുള്ള ഒരാൾ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ 4 മാസത്തിന്റെ ഉള്ളിൽ തിരിച്ച് കുവൈറ്റിലേക്ക് എത്തണം. മുമ്പൊക്കെ അവർക്ക് 6 മാസം നിൽക്കാമായിരുന്നു. അല്ലാത്ത പക്ഷം അവരുടെ വിസ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആവും. ഇനി 4 മാസത്തിൽ കൂടുതൽ നിൽക്കണമെങ്കിൽ സ്പോൺസർ മുൻകൂട്ടി അതിന് അനുമതി എടുത്തിരിക്കണം. എന്നാൽ അവർക്ക് 6 മാസം വരെയോ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു നിയമം 20-ാം നമ്പർ വിസക്കാർക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഒരു കാറ്റഗറിയിലുള്ള വിസക്കാർക്ക് ഒന്നുമില്ല. അവർക്കൊക്കെ 6 മാസം വരെ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റൊരു നിയമം വന്നിട്ടുള്ളത്, നമ്മൾ മുമ്പൊക്കെ എൻട്രി വിസ എടുക്കുമ്പോൾ, അത് വിസിറ്റ് വിസ ആയെങ്കിലും മറ്റുള്ള നോർമൽ വിസ ആയെങ്കിലും ഏത് വിസ ആയെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് 3 ദിനാറായിരുന്നു സ്റ്റാമ്പ് ഒട്ടിച്ചിരുന്നത്, അതിന്റെ ഫീസ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് മുതൽ 10 ദിനാറായിട്ടുണ്ട്. അത് വിസിറ്റിന് ബാധകമാണ്. എല്ലാ വിസകൾക്കും 10 ദിനാറാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, നമ്മൾ വിസ അടിക്കുമ്പോൾ ഇക്കാമ അടിക്കുമ്പോൾ കിട്ടുന്ന ഇൻഷുറൻസ് മുമ്പ് 50 ദിനാറായിരുന്നു. അത് 100 ദിനാറായിട്ടുണ്ട്. അത് ഏകദേശം 10ഓളം കാറ്റഗറിക്കാണ് അത് 100 ദിനാറായിട്ടുള്ളത്. ഫാമിലി വിസ 22-ാം നമ്പർ വിസന് അതിൽ മെൻഷൻ ചെയ്തത് കണ്ടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ചാനലൊക്കെ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്തോളൂ. ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ ഇതിൽ വരും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക.